തല്ലുകയോ കൊല്ലുകയോ അതൊക്കെ മൂർത്തിയുടെ ഇഷ്ടം. എന്ത് സംഭവിച്ചാലും ആരെങ്കിലും ഒരാൾ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചാലും വരാനുള്ളത് നമ്മുടെ സിഐയാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പാവും. ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിച്ചെന്ന് പറഞ്ഞേക്കാം. ശരി മാഡം. വല്ലപ്പോഴും ഒക്കെ നവീനോട് അവള് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നവീനോട് മാത്രമല്ല, നമ്മളോടും. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോ ഒരു ചോദ്യമുള്ളൂ. ഇത്തരത്തിലൊരുത്തിയുമായി നവീന്റെ ബന്ധം തുടർന്നു പോകണോ, അവന്റെ ജീവിതത്തെ നശിപ്പിക്കണോ? ആ ചോദ്യത്തിന് താനെന്ത് മറുപടിയാ പറയാ? അവൻ അങ്ങനെ തന്നെ നടന്നോട്ടെന്നോ, വേണമെങ്കിൽ പോയി കുടിച്ച് നശിച്ചോട്ടെന്നോ? നന്ദേട്ടാ, അങ്ങനെ ചോദിച്ച് എന്റെ മനസ്സിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാതെ. എനിക്ക് അവന്റെ മുഖം വാടുന്നത് കാണാൻ ഇഷ്ടമല്ല. സുമിത്രേ, നമ്മൾ കുറച്ച് പാടുപെടേണ്ടി വരും. തളർന്നു പോകുന്ന അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ലേ? അവന്റെ ഭാര്യ, അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള്, അവരെ നമ്മൾ താലോലിക്കുന്നത്, അങ്ങനെയൊക്കെ. അതൊക്കെ നടക്കണ്ടടോ. അവന് ഒരു കുറവുമില്ലാന്ന് നമുക്ക് സമാധാനം കിട്ടണ്ടേ? സുമിത്രേ, ഇക്കാര്യത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നിനക്കായിരിക്കും. നീ തന്നെ ഇതവനെ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി ഒരു നിമിഷം പോലും അവര് തമ്മിലുള്ള ബന്ധം തുടർന്നുകൂടാ. നമ്മൾ 3 പേരും ഒരുമിച്ചുണ്ടല്ലോ. ഇനി ഇതാണ് നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം. മനസ്സിലായോ? നവീന് മാത്രമല്ല, പെട്ടെന്ന് സുമിത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ ഒന്നുകൂടി പറഞ്ഞു മനസ്സിലാക്ക്. എന്നിട്ട് ഇതിന്റെ നിയമപരമായ മാർഗം നമുക്ക് നോക്കാം. കൃഷ്ണ, നീ എന്തേ ആലോചിച്ച് നിൽക്കുന്നേ? കട തുറക്കാനൊന്നും പറഞ്ഞു പോന്നിട്ട്. തുറക്കാന്നേ ഉള്ളൂ. അതിനകത്ത് ഡേറ്റ് കഴിഞ്ഞ കുറേ ടിക്കറ്റ് കാണും. അല്ലാതെ എന്താ? നന്നായി. ഇതൊക്കെ നിനക്ക് വീട്ടിലിരുന്ന് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. കടയിലേക്ക് ഇറങ്ങി പാതി വഴി നിന്നിട്ട് വേണോ ഇതൊക്കെ? ഇനിയിപ്പോ ടിക്കറ്റ് എടുക്കണം. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. തൽക്കാലം ടിക്കറ്റ് എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് നിനക്ക് ആവശ്യമുള്ളതല്ലേ? എടി, കാശ് ആർക്കും ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും വേണം. ഇപ്പോഴേ നിനക്കാണ് അത്യാവശ്യം. അതുകൊണ്ട് നീ എടുത്തോ. എന്നാ നമുക്ക് ആദ്യം കടയിൽ പോയിട്ട് എല്ലാം ഒന്ന് അടിച്ചു വാരിയിടാം. അത് കഴിഞ്ഞിട്ട് സിറ്റിയിൽ പോയി ടിക്കറ്റ് വാങ്ങിക്കാം. ആയിക്കോട്ടെ, ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെയുണ്ട്. എന്റെ കൂടെ നടന്ന് നടന്ന് നിന്റെ പണി നന്നായിട്ട് മുടങ്ങുന്നുണ്ടല്ലേ? ഓ, അല്ലെങ്കിൽ ഞാൻ സിറ്റി പോയി ഫ്ലാറ്റ് വാങ്ങി കൂട്ടുമായിരുന്നല്ലോ. എടി, ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയുടെ കൂടെ കൂടിയപ്പോഴേ എനിക്കൊരു മനസമാധാനമുണ്ട്. ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ജീവിച്ചിരിക്കാൻ തന്നെ ഒരു രസമുണ്ട്. അല്ലെങ്കിൽ എന്ത്? ഈ വലിയ ഭൂമിയുടെ പുറത്ത് ഒരു ഓട്ടോറിക്ഷക്കാരി മോളിക്കുട്ടി, അത്ര തന്നെ. സീതാരാമേടം വിളിച്ചിട്ട് ഗാഥയുടെ എന്ത് പ്രശ്നം പറഞ്ഞത്? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലേ? അല്ല, കാര്യം വ്യക്തമായില്ല എനിക്ക്. കാര്യം എന്താ വ്യക്തമാവാനുള്ളത്? അവര് നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവരുടെ മോൾ എന്തോ വൃത്തികേട് കാണിച്ചു, നവീനുമായുള്ള ബന്ധം വീണ്ടും കുളമായിന്ന. അയ്യോ, ഇത് കേൾക്കുമ്പോഴേ എനിക്ക്, ആരടി അവര്? നിന്നെ പ്രസവിച്ചതാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്നെ ചതിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ. അവരുടെ മകള് ഗാഥയാണെങ്കിൽ നിന്നെ വെട്ടി എറിഞ്ഞു കൊടുത്താലേ ഉപ്പും മുളകും ചേർത്തങ്ങ് കഴിച്ചോളൂ. എന്നിട്ടും അവൾക്ക് ഗാഥയുടെ കാര്യം അറിയണം. പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാൻ പെണ്ണേ, ഗാഥയെ നവീനും ഒന്നിച്ച് ഒരു കാലത്തും മര്യാദയ്ക്ക് ജീവിച്ചു പോവില്ല. ആ നവീൻ സാർ ഒരു പാവം. അങ്ങേരോട് ഗാഥയെ പോലൊരു തെറിച്ച സാധനത്തിന് കൊണ്ട് നടക്കാനേ ദൈവം കൽപ്പിക്കില്ല. അങ്ങേർക്ക് വിതച്ചതേ നീയാ. ദേ തുടങ്ങി. നിന്നോട് ഞാൻ നവീന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനും
നവീനെ കാണുമ്പോ പ്രേമിക്കാനും പറഞ്ഞോ? അല്ല, നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ലാതെ പിന്നെ? ആ ദൈവം ഒരു തീരുമാനം എടുത്താ നീ നിഷേധിക്കോ? അയ്യോ, ദൈവനിഷേധത്തിനോ? ഞാനില്ല. എന്നാലേ കുറച്ചു നാള് കഴിയുമ്പോഴേ ആ ദൈവം ആ നവീന്റെ ചെവിക്ക് പിടിച്ചു പറയും, എടാ നീ താലി കെട്ടിയ നിന്റെ പെണ്ണ് വേറൊരു സ്ഥലത്ത് നിൽക്കുക, അതുകൊണ്ട് പോയി അവളെ വിളിച്ചോണ്ട് വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നിട്ടേ വഴിയും കാണിച്ചു കൊടുക്കും. നവീനെ നിന്റെ മുന്നിൽ വരികയും ചെയ്യും. നിന്റെ സങ്കല്പം അനുസരിച്ചാണല്ലോ ദൈവം പ്രവർത്തിക്കുന്നത്. ദേ, നടക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് കൺമുമ്പിൽ എത്തുമ്പോഴേ നീ കണ്ടാ മതി. അതുവരെ ഈ ഭൂകമ്പവും ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നേരിട്ട് കഴിയുമ്പോഴേ നിന്റെ കെട്ടിയവൻ നിന്നെ കാത്തു നിൽപ്പുണ്ടാവും. വാ, നീ വണ്ടിയിലോട്ട് കയറും. വാ. തെരഞ്ഞാളിനെ കിട്ടിയോ മൂർത്തി? ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വിവരം കിട്ടും മാഡം. ലക്ഷ്യം പിടിക്കാത്തൊരുത്തനെ കിട്ടിയല്ലേ പറ്റൂ. വേണം. ഹലോ, ആണോ? ആളെ കിട്ടിയോ? എപ്പോ? ഓ, അത് ശരി ശരി ശരി. ആ ആ ഓക്കെ, ശരി. നീ ഫോൺ വെച്ചേക്ക്. ഓക്കെ. കവലേന്ന മാഡം, കൃഷ്ണ ലോട്ടറി കട തുറന്ന് കച്ചവടം തുടങ്ങിയിരിക്കുന്നു. അവളുടെ ചങ്കൂറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ മൂർത്തി? വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര ധൈര്യം കാണുമായിരുന്നോ? ഇവിടെ ലോട്ടറി കട അവള് വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ നേരിടാൻ അവള് തയ്യാറായിരിക്കുന്നു എന്നാ. ഒരു നിമിഷം വിട്ടുകൊടുത്താ നമ്മൾ തന്നെ നമ്മുടെ കുഴി തോണ്ടേണ്ടി വരും. ഞാനിപ്പോ തന്നെ നമ്മുടെ ആളുകളെയും കൂട്ടി അങ്ങോട്ട് പോവാം. അനിയൻ സാറിന്റെ കടയല്ലേ? അനിയൻ സാറിന്റെ കടയെന്ന് പറഞ്ഞാ മാഡത്തിന്റെ സ്വത്തല്ലേ? അതിലങ്ങനെ ആരെങ്കിലും കയറി ഭരിക്കണ്ട. ആളുകൾ കൂടുന്നുള്ള കാര്യം ഉറപ്പാ. ന്യായീകരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തനെ ശരിക്കൊന്ന് കൈകാര്യം ചെയ്തേക്കണം. ഒരുത്തനൊന്ന് വീണാലേ ബാക്കിയുള്ളവരും പേടിക്കും. അങ്ങനെ വേണം ചെയ്യാൻ. ശരി മാഡം, ഞാൻ ഇറങ്ങ്. ഞാൻ നമ്മുടെ പിള്ളേരെ കൂട്ടിക്കോളാം. ഇതിന് അവന്മാര് മതി. തല്ലുകയോ കൊല്ലുകയോ അതൊക്കെ മൂർത്തിയുടെ ഇഷ്ടം. എന്ത് സംഭവിച്ചാലും ആരെങ്കിലും ഒരാൾ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചാലും വരാനുള്ളത് നമ്മുടെ സിഐയാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പാവും. ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ശരി മാഡം, അവിടെ ചെന്ന് സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് ഞാൻ മാഡത്തിന് വിളിക്കാം. ശരി.